കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2023-24 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ 1 കോടി രൂപ ചെലവഴിച്ച് ഹയർ സെക്കൻഡറിക്കായി ആധുനിക സൗകര്യങ്ങളോടെ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ മീര കെ, സുരേഷ് ബാബു, കെ ശിവരാമൻ എന്നിവർക്കുള്ള യാത്രയപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MLA പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. റിസൾട്ടിന്റെ കാര്യത്തിൽ പ്രാഥമികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ മറ്റു കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ഒരു നിലയ്ക്കും കഴിയാത്ത ഒരു സാഹചര്യം ഇതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പൊന്നാനി നഗരസഭയ്ക്കകത്തുള്ള ഏക ഗവൺമെൻറ് ഹൈസ്കൂളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് നഗരസഭയ്ക്കകത്തുള്ള ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം. അവർ കുട്ടികൾ ക്ലാസ് നടത്താൻ അധ്യാപകർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, മറ്റ് സൗകര്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം കെട്ടിടങ്ങളിലെല്ലാം ആവശ്യപ്പെട്ട പ്രകാരം തന്നെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തൃക്കായ ഹൈസ്കൂളിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ പൊന്നാനി നിയോജകമണ്ഡലത്തിനകത്ത് ഈ കാലയളവിൽ 27.5 കോടി രൂപ ഇതുവരെ വിവിധങ്ങളായ കെട്ടിടം നിർമ്മിക്കുന്നതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്ത് സാങ്കേതിക വിവരണം നടത്തി. സുരേഷ് കുളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗധാമിനി ടീച്ചർ, റീന പ്രകാശൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷനിൽ കുമാർ, ഹസീന P, കൗൺസിലർമാരായ TK അഷ്റഫ്, സ്വരൂപ്, K ജയപ്രകാശ്, ശ്രീകല ചന്ദ്രൻ, നിമിഷ, റഫീഖ് പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർ K സാദിഖ് സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പാൽ അമീൻ PV നന്ദിയും പറഞ്ഞു.